ലോകം അതീവ ഗൗരവത്തോടെ നോക്കിക്കാണുന്ന ഒരു വാർത്തയാണത്. ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളായിട്ടുള്ള ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, എൻവിഡിയ തുടങ്ങിയ വമ്പന്മാർക്ക് ഇറാന്റെ കനത്ത മുന്നറിയിപ്പ്. ഇനി ലക്ഷ്യം അമേരിക്കൻ സൈന്യമല്ല, മറിച്ച് അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള ഈ ആഗോള കമ്പനികളാണ്. ടെക് ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC പുറപ്പെടുവിച്ച ഈ മുന്നറിയിപ്പിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് നോക്കാം. ഓരോ കൊലപാതകത്തിനും പകരം ഒരു അമേരിക്കൻ കമ്പനി നശിപ്പിക്കപ്പെടും. ഇതാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള തസ്നീം ന്യൂസ് റിപ്പോർട്ട് ചെയ്ത IRGCയുടെ പ്രസ്താവന. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ വമ്പൻ കമ്പനികൾ തങ്ങളുടെ നേരിട്ടുള്ള ലക്ഷ്യങ്ങളാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ കമ്പനികളിലെ ജീവനക്കാരോട് സ്വന്തം സുരക്ഷയെ കരുതി എത്രയും പെട്ടെന്ന് ജോലി സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഇറാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജീവനക്കാർക്ക് മാത്രമല്ല, ഈ കമ്പനികളുടെ ഓഫീസുകളുടെയും ഡാറ്റാ സെന്ററുകളുടെയും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന സാധാരണക്കാരോടും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഏപ്രിൽ 1, അതായത് ഇന്ന് രാത്രി 8 മണി മുതൽ ഈ കമ്പനികൾക്ക് നേരെ ഏത് നിമിഷവും പ്രത്യാക്രമണം ഉണ്ടാകാമെന്നാണ് നൽകിയിരിക്കുന്ന ഭീഷണി. എന്തുകൊണ്ടാണ് ഇറാൻ പെട്ടെന്ന് അമേരിക്കൻ ടെക് കമ്പനികൾക്ക് നേരെ തിരിയാൻ കാരണം? അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക നീക്കങ്ങൾക്ക് ഈ കമ്പനികളുടെ സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വലിയ രീതിയിൽ സഹായകമാകുന്നുണ്ട് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഇടപെടലുകളെ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇറാൻ അവർക്ക് സൈനികമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഈ കമ്പനികളെ വെറുതെ വിടില്ല എന്ന ഉറച്ച നിലപാടിലാണ്. ഇതൊരു പുതിയ തരം യുദ്ധതന്ത്രമാണ്. ഇൻഫ്രാസ്ട്രക്ചർ വാർ അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെച്ചുള്ള യുദ്ധം എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേലിലും വിവിധ ഗൾഫ് രാജ്യങ്ങളിലുമുള്ള പാശ്ചാത്യ ടെക് കമ്പനികളുടെ ഓഫീസുകൾ, ഡാറ്റാ സെന്ററുകൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ, നൂതന ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇപ്പോൾ ഇറാന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക ശേഷിയുടെ വലിയൊരു പങ്കും ഇത്തരം ടെക്നോളജികളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതിനാൽ ഈ സ്ഥാപനങ്ങളെ വിശാലമായ യുദ്ധഭൂമിയുടെ ഭാഗമായി തന്നെയാണ് ഇറാൻ കാണുന്നത്. ഇറാൻ സർക്കാരുമായും ബന്ധമുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് ഈ ഭീഷണി പുറത്തു വന്നിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഔദ്യോഗികമായി സൈനിക നടപടികൾക്കുള്ള പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അമേരിക്കൻ കോർപ്പറേറ്റ് ലോകം വലിയ ആശങ്കയിൽ തന്നെയാണ്. വരും മണിക്കൂറുകളിൽ ഗൾഫ് മേഖലയിലെയും ഇസ്രയേലിലെയും ടെക് സ്ഥാപനങ്ങൾക്ക് ഇത് കനത്ത വെല്ലുവിളിയാകുമെന്ന കാര്യം തീർച്ചയായും.